ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പഴയ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പഴയ വീട് കാണിച്ച വീടും കാര്യങ്ങളൊക്കെ അല്ലേ, അവിടെ നമ്മൾ ഷിഫ്റ്റായിട്ട് ബാംഗ്ലൂർ തന്നെ വേറൊരു സ്ഥലത്തോട്ട് ഇപ്പോൾ വന്നു. ഇത് വൈറ്റ് ഫീൽഡിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കണേ. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയൊരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് മാറി, അത് വീഡിയോയിൽ തന്നെ പറഞ്ഞില്ല, നമ്മൾ പെട്ടെന്ന് അവിടെ ബാംഗ്ലൂർ വന്ന ടൈമിൽ താമസിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ നമ്മളവിടെ ഫേർണിച്ചർ കാര്യങ്ങൾ അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. വീടിൻ്റെ ആ ഒരു ഫീലേ ഞങ്ങൾക്ക് അവിടെ ഇല്ലായിരുന്നു ആക്ച്വലി. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു വീട് എന്നുള്ളൊരു ഫീലൊക്കെ നമുക്ക് വന്നു. അപ്പം നമുക്ക് ഹോം ടൂർ നമുക്കിപ്പം ആ ഒരു വീഡിയോയിലോട്ട് പോകാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ. അപ്പോൾ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ ഒരു ഗ്രിൽ മാതിരി ഉണ്ട്. അത് ഞങ്ങൾ എപ്പോഴും അങ്ങനെ അടച്ചിടാറൊന്നുമില്ല. ഇവിടെ ഒരു കോലമുണ്ട്. വെൽക്കം ടു അവർ ഹോംസ്, ഒഫീഷ്യലി വെൽക്കം ടു അവർ ഹോം ആക്ച്വലി. സോ നമുക്ക് വീട്ടിനുള്ളിലോട്ട് പോകാം. സോ അപ്പം ഇതാണ് നമ്മുടെ വീട്. ജസ്റ്റ് എ സെക്കൻഡ് ഗൈസ്, ഞാൻ ലോക്ക് ചെയ്ത സൗണ്ടാണ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ. നമ്മൾ വന്ന് കയറുമ്പോഴുള്ള ഏരിയ ഇതാണ്. സൂസി ഇതൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ച് ഇവിടെ സെറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് ചെടി ഓഫ് കോഴ്സ് അത് മേടിച്ചു. വീട്, പിന്നെ ആ കാണുന്ന പിക്ചർ, അതും ഇത് രണ്ട്, പിന്നെ ഇതൊരൊറ്റ സെറ്റായിരുന്നു. അതൊക്കെ ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. സോ നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ കാണുന്ന കാഴ്ച, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ട്. ഇവിടെ സൺസെറ്റിൻ്റെ ടൈമിൽ നല്ല ഭംഗിയാട്ടോ. സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഇരുന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് ഏരിയാസ്. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ വർക്ക് ഫ്രം ഹോം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ നമ്മുടെ ചെടികൾ, ഓഫ് കോഴ്സ് ടി വി, ബ്ല തിങ്സ്. ആൻഡ് ഓൾസോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ്, എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ബുദ്ധയാണ്. ബുദ്ധ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ എന്താണ് ഇവിടെയും കൊണ്ടുവന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇത് 2 BHK ആണ് ആക്ച്വലി. ഇതൊരു ബെഡ്റൂം. ഇവിടുത്തെ വ്യൂസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആക്ച്വലി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. എനിക്ക് തോന്നുന്നില്ല, നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും വേറെ റൂമിലാണെങ്കിലും, ഇപ്പോൾ പുറത്ത് ഇവിടെ രംഗോലി, ഇവിടെ മറ്റേ ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് കുട്ടികൾ ഇന്ന് കോലം വരയ്ക്കുക, കോലമല്ല രംഗോലി വരച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സൗണ്ട് എത്ര കേൾക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ വിനായക ചതുർത്ഥീൻ്റെ ഭാഗമായിട്ട് അവിടെ പരിപാടീസ് നടക്കുകയാണ്. അപ്പം കുട്ടികൾ ഇരുന്നിട്ട് നല്ല ഭംഗി. ഇനി കുറേ നേരം ഇവിടെ വന്നിന്ന് രംഗോലി നോക്കിയിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് ഒരു ഭയങ്കര ഫാസ്റ്റായിട്ട് രംഗോലി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് അവർ വ്യൂ ഫ്രം അവർ വൺ റൂം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സോ ദിസ് ഈസ് അവർ വൺ റൂം. താഴെ പാർക്കിംഗ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു അലമാരയുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീട്ടിൽ ഞാൻ സെയിം ഡ്രസ്സായിട്ടൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് സംതിങ്, ഞങ്ങളെല്ലാം മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്, സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ. ആൻഡ് ദിസ് അവർ ബെഡ്റൂം, ആൻഡ് ദിസ് ഈസ് അവർ അലമാരി, ആൻഡ് ദാറ്റ്സ് അവർ ഔട്ട്സൈഡ് വ്യൂസ്. പിന്നെ പോകുന്ന ഒരു വാഷ്റൂമാണ് എൻ്റെ നേരെ. പിന്നെ ഉള്ളത് വേറെ റൂം. ഈ റൂം ആക്ച്വലി ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല. ഞങ്ങളിവിടെ ഞങ്ങളുടെ ജിം മെറ്റീരിയൽസ് ഒന്നുമില്ല. ഞങ്ങളുടെ സൈക്കിള് ഇത് ഞങ്ങളിവിടെ ഇട്ടേക്കുവാണ്. പിന്നെ ഞങ്ങൾ 2 ആൾ മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ബെഡ് എടുത്ത് സെറ്റ് ചെയ്തില്ല. സോ ഇത് നമ്മൾ നമ്മുടെ ട്രെയിനിങ് റൂമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിന്നും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ സെയിം ആണ് നമ്മൾ നേരത്തെ കണ്ടപ്പോഴത്തെ. എക്സ്ക്യൂസ് മൈ. ഓക്കെ, സോ നേരത്തെ കണ്ടതേ വ്യൂ ആണ്. അവിടത്തെ ഇങ്ങോട്ട് കുറച്ചുകൂടി നമുക്ക് ഇവിടെ നിന്ന് ആ വ്യൂ കാണാൻ പറ്റും. സൺസെറ്റിൻ്റെ ടൈമിൽ ഞാൻ നോക്കട്ടെ, ആ ടൈമിൽ എന്തെങ്കിലും കുറച്ചുകൂടി ലൈറ്റ്സ്, ലൈക്ക് സൺസെറ്റ് ഇന്നൊരു മേഘം മൂടിയൊരു ക്ലൈമറ്റാണ്. അതുകൊണ്ട് സൺസെറ്റ് കാണുമെന്ന് എനിക്കറിയത്തില്ല. എനിവേസ് കാണുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടെ ഇടാം. അപ്പം ഇവിടുത്തെ വ്യൂസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
നൈസ് അല്ലേ? സോ അതാണ് നമ്മുടെ അടുത്ത് 2 ബെഡ്റൂംസ്. പിന്നെ ഇവിടെ നല്ലൊരു വലിയൊരു അലമാരയുണ്ട്. നമ്മുടെ ബാഗ്സ്, ഓഫീസിലെ ബാഗ്, വാട്ടർ ബോട്ടിൽ, അതൊക്കെ ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. സോ അപ്പം അതൊക്കെയാണ് ഹോം ടൂറിൻ്റെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോം ടൂറ്. ഞാൻ ജനാല ഒന്ന് അടച്ചിടാം, അല്ലെങ്കിൽ പുറത്ത് വിനായക ചതുർത്ഥീൻ്റെതായതുകൊണ്ട് അവിടെ നല്ല പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, നല്ല സൗണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതാണ് നമ്മുടെ പുതിയ വീട്, ഇതാണ് പുതിയ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഴയ വീട്ടിൽ നിന്നപ്പോൾ നമുക്കൊരു വീടിൻ്റെ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലായിരുന്നു ആക്ച്വലി. ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഒരു ഫീല് വന്നത്. പിന്നെന്താ, ഞാൻ കിച്ചൺ കാണിച്ചില്ല. പിന്നെ ബാൽക്കണി അത് കാണിച്ചില്ല, അതുകൂടി കാണിക്കാം. വെയിറ്റ് എ സെക്കൻഡ്. അപ്പോൾ ഇതാണ് ബാൽക്കണി. ബാൽക്കണി കേൾക്കുമ്പോൾ വീണ്ടും നമുക്ക് പാട്ടുകൾ കേൾക്കാം. ഞാനിവിടെ ചെടിയൊന്നും വെച്ച് സെറ്റ് ചെയ്തില്ല. ഇവിടെ ഞാൻ ഒരു തുളസി മേടിച്ചത് കരിഞ്ഞു പോയി കഴിച്ചു. എനിക്ക് അറിയില്ല ഇവിടുത്തെ ക്ലൈമറ്റിന് ഇത് എത്രത്തോളം, എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒന്നും, എനിക്കറിയില്ല. ഞാൻ വെച്ചതെല്ലാം കരിഞ്ഞു പോയി. അകത്തുള്ള ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ അതുപോലെ നിൽക്കുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് സൺസെറ്റ് വരാൻ ഏകദേശം ടൈമായി. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. സോ ഇതാണ് നമ്മുടെ ബാൽക്കണി വിശേഷങ്ങൾ. ദിസ് ഇസ് അവർ ബാൽക്കണി. യെസ്, ഇതാണ് കിച്ചൺ. ചെറിയൊരു കിച്ചണാണ്. സോ ദിസ് ഈസ് അവർ കിച്ചൺ ഏരിയ. കിച്ചണിന് തുറക്കുമ്പോൾ ചെറിയൊരു നമുക്ക് ഒരു ഒരു സ്റ്റോർ ഏരിയയോ നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ഇവിടെയാണ്. അങ്ങനെ കുറച്ച് ഇവിടെയും വ്യൂസ് സെയിമാണ്. നല്ല വ്യൂ ആട്ടോ ഇവിടെ. ലവ് ദിസ് വ്യൂസ് ഫോർ ദിസ് ഹൗസ്. സോ അപ്പോൾ അതാണ് നമ്മുടെ എന്താ ഏരിയ എന്ന് എനിക്ക് പറയാറില്ല, ആ ഒരു ഏരിയ ആണത്. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മുടെ വീട് കംപ്ലീറ്റ് ആവും. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാന്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു പ്ലാന്റ്സ് ആണ്, നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ മേടിച്ച ഡ്രീം ക്യാച്ചർ, അതെനിക്കിഷ്ടമാണ്. നല്ലൊരു ഡ്രീം ക്യാച്ചർ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ആയാലും ഒരു ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പിക്ചേഴ്സ്, ഐ ലവ് ദിസ് പിക്ചേഴ്സ് ആൻഡ് ദിസ്, this is our home tour. So yeah, അപ്പോൾ അത്രയ്ക്കാണ് എൻ്റെ ഹോം ടൂർ. ഹോം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു പിന്നീട് നമുക്ക് എടുത്ത് നോക്കാൻ നേരത്തിൽ മെമ്മറീസിനൊക്കെ വേണ്ടിയിട്ട് നല്ലതല്ലേ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 2 months ആയിട്ടുള്ളൂ. അപ്പം അതിനുള്ളിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തന്നത്. അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നിവിടെ പ്രോഗ്രാംസ് ആയതുകൊണ്ട് നല്ല സൗണ്ടാണ് പുറത്ത്. ആൻഡ് അതുമാത്രമല്ല, ഇന്ന് ഇവർ പ്രസാദം പോലെ ഇതിനകത്തും ഗണപതിൻ്റെ ഒരു വിഗ്രഹം മറ്റൊക്കെ അവർ വെച്ചിട്ട് പ്രസാദം പോലെയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോയി കഴിച്ചു. പൂരിയും സബ്ജിയും ഒക്കെ കൊടുത്ത് ഞങ്ങൾ പോയി കഴിച്ചു. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ആ ഒരു കൾച്ചറല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കൾച്ചറാണ്. ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട് ഇവിടെ ആക്ച്വലി. അപ്പം അങ്ങനെ അതൊക്കെ വന്ന് നമ്മൾ പഴയ വെച്ചിട്ട് താമസിച്ചെടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അതായത് അടുത്തടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. പക്ഷേ എല്ലാവരും അവരവരുടെ ലൈഫല്ല. അതുമാത്രമല്ല, ഞങ്ങൾക്കും ഒരു വീടെന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യും, ഉറങ്ങും, ശനി ഞാനും പച്ചക്കറി മേടിക്കാൻ പോകും. അങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിച്ചത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരുപാട് ആൾക്കാർ കാണാം. ഇറ്റ്സ് ഡിഫറെൻ്റ് ആക്ച്വലി. വാതിലടഞ്ഞതാണ് സൗണ്ട്. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓർ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ കണ്ടിട്ട് പോവാം, whatever. So anyway, see you. Hope I will put another video. ഇതിപ്പോൾ എന്നാ ഞാൻ ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല. Anyway, so take care all and see you.